ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുക്കർ മത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതാദ്യം തന്നെ ഞാൻ മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു വെളുത്തുള്ളിൻ്റെ ഇത് മുഴുവനായിട്ട് കേട്ടോ, അല്ലാതെ ഒരു കുടം നിറച്ച് വെളുത്തുള്ളി അല്ല കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടെടുക്കുന്നുണ്ട്, അത് നല്ല മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിക്ക് ഭയങ്കര മൂർച്ചയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ പൊടി സ്കിപ്പ് ചെയ്താലും പെരിഞ്ചീരകത്തിൻ്റെ പൊടി സ്കിപ്പ് ചെയ്യാതെ ഇടണം കേട്ടോ. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് അതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ട് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്, പച്ചവെള്ളം ഒഴിച്ചെടുക്കണില്ല. പുളിവെള്ളം നമുക്ക് എന്തായാലും മീനിക്ക് പുളി വേണമല്ലോ, അപ്പോൾ പിന്നെ പുളിവെള്ളം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ വെള്ളം ഏറും എന്നുള്ള പരാതിയൊന്നും വേണ്ട. അപ്പോൾ ഇതാ നല്ല വലിയ മത്തി കിട്ടിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയത് കേട്ടോ. അപ്പോൾ വലിയ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്, 1 കിലോ മത്തിയാണ് ഇട്ടത്. അപ്പോൾ ഇതാ നമ്മൾ അരച്ച് പേസ്റ്റൊക്കെ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി മത്തിയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. മത്തീൻ്റെ ഉള്ളിലത്തെ ആ കറുത്ത ഭാഗം എടുത്ത് കളയാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചിലവർക്കൊക്കെ വയറുവേദനയൊക്കെ മീൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വയറുവേദനയൊക്കെ വരുന്നത് ഈ കറുപ്പ് സാധനം അതിൽ പെടുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞേക്കട്ടെ. ഈ മത്തിൻ്റെ അയിലൻ്റെയും കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉള്ളിലുണ്ടാവും ഒരു കറുത്തിട്ടുള്ളൊരു പാടമായിട്ടൊരു സാധനം. അപ്പോൾ അത് നല്ലോണം വൃത്തിയാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതാ നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കൈ ചുട്ടുപകച്ചിലൊക്കെ ഉള്ളവർ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിന് നല്ല പുകച്ചിലുണ്ടാവും. നമ്മൾ പച്ചമുളകും മുളകും പൊടിയൊക്കെ അരച്ചെടുത്തതല്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഗ്ലൗസോ സ്പൂണൊക്കെ ആയിട്ട് ചെയ്തോളിട്ടോ. പിന്നെ ഇതാ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഈ മത്തിക്കറി മത്തിൻ്റെ ഗ്രേവി എന്നൊക്കെ പറയട്ടോ. ഈ വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ശരിക്കും ഇത് പിന്നെ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ. ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കലുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ വന്നിരുന്നു കുക്കറിൽ ഉണ്ടാക്കാം, ഒറ്റ വിസിലിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ഗ്യാസും ലാഭിക്കല്ലോ. അപ്പോൾ മൺചട്ടിയിൽ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കട്ടോ. നേരിയ തീയിൽ അവിടെ വെച്ചെടുത്താൽ മതി. പിന്നെ അതേമാതിരി അടുപ്പത്ത് കനലിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ കുക്കറിലൊക്കെ വെക്കണക്കാട്ടി എന്തുകൊണ്ടും നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടൽ മൺചട്ടി തന്നെയാണ്. അപ്പോഴുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയൂലല്ലോ. നമ്മൾ എത്ര കുക്കർ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ആ മൺചട്ടിയിൽ ഉണ്ടാക്കണതിൻ്റെ ഒരു രുചി കുക്കറിന് കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കരിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇനി മത്തി ഇതാ നല്ലപോലെ ഇങ്ങനെ അടുക്കി വെച്ചെടുക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചെടുക്കുന്നുള്ളൂ. ഒന്നാകെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പരത്തി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൽ വെള്ളമില്ല, നമ്മൾ അടിയിൽ ഒട്ടിപ്പിടിക്കുമോ അങ്ങനൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല കേട്ടോ. കുറേ വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും, അതെന്തായാലും ഉറപ്പാണ്. പക്ഷേ ഒരുപാട് വിസിൽ വരുത്തിക്കണ്ട, ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ മത്തിയും ഇതേപോലെ വരിയായിട്ട് വെച്ചെടുത്തിട്ട് നല്ല ഡിസൈൻ ഞാൻ മത്തിൻ്റെ മേലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ആഴത്തിൽ ഉള്ളിലേക്ക് വരേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്, ചിലപ്പോൾ പൊടിയായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഉള്ളിൽ കണ്ട് വരഞ്ഞിട്ടില്ല. എന്നാലും മേലെ ആ മസാല ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 3 വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ മത്തിൻ്റെ കുഞ്ഞു മത്തി ആണെന്നുണ്ടെങ്കിൽ വര ഇടും വേണ്ട കേട്ടോ, പെട്ടെന്ന് പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വലിയ മത്തി ആയതുകൊണ്ടാണ് വരഞ്ഞ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ നമ്മൾ ഈ പാത്രത്തിലുള്ള മസാല ഒക്കെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ലൈക്ക് ചെയ്തിട്ട് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ ഇതാ ഞാൻ ബാക്കിയുള്ള പുളിവെള്ളം കൂടി നമ്മളെ പുളിക്കനുസരിച്ചിട്ട് വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മത്തി വറ്റിച്ചതിൽ തക്കാളിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. തക്കാളി ഇങ്ങനെ ഞവടി തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ ഞാനിതാ 2 തക്കാളി മുറിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിൻ്റെ ഇല ഇടുന്നത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ, പച്ച വെളിച്ചെണ്ണ കാണാനില്ല. അതിൻ്റെ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാട്ടോ. നമ്മളെ ഫോൺ അത്ര നല്ല ഫോണാണ്, 2 വട്ടം വീണ് പൊട്ടി താറുമാറായിട്ടുള്ള ഒരു ഫോണിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. നമുക്ക് ഒരുപാട് പൈസ ഒക്കെ കിട്ടുമ്പോൾ നല്ല അടിപൊളി ഫോണൊക്കെ വാങ്ങണം കേട്ടോ. അപ്പോൾ അതാ പിന്നെ എൻ്റെ മത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് തുറക്കുന്ന വീഡിയോ സ്കിപ്പായി പോയിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, ഞാൻ ക്യാമറ ഓൺ ആക്കിയതാണ്, പക്ഷേ ടച്ച് നീങ്ങിയിട്ടുണ്ടാവില്ല, അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ മത്തി കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ചീനച്ചട്ടിയിലിട്ടിട്ട് പൊരിച്ചെടുത്ത മാതിരി ആക്കിയെടുക്കട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. സ്വന്തം നൂറ.